ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പുതിയൊരു ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് ഓരോ പ്രഭാതത്തിലും നമ്മെ നയിക്കുന്നത്. ആ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ പകൽക്കാലം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാതമന്നയുടെ ചിന്താവിഷയം അനുസരണത്തിനുള്ള നിത്യമായ പ്രതിഫലം എന്നുള്ളതാണ്. അനുസരണത്തിനുള്ള നിത്യമായ പ്രതിഫലം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ആവർത്തനം 11:18. ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന തിരുവചനത്തോടും ദൈവകൽപ്പനകളോടും നാം എത്രമാത്രം കൂറുള്ളവരായിരിക്കണമെന്ന് ഈ തിരുവചനം നമ്മെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അനുസരണക്കേടെന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ ജീവിതം. ദൈവം ശൗലിനോട് ഇപ്രകാരം പറഞ്ഞു. 1 ശമൂവേൽ 15:2-3 വാക്യങ്ങൾ. 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ മറച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം എന്നിവയെല്ലാം സംഹരിച്ചു കളക. അവിടെ എല്ലാം സംഗ്രഹിച്ചു കളക എന്ന് പറയുമ്പോൾ ശൗൽ എന്താണ് ചെയ്തത്? അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു. 1 ശമൂവേൽ 15:9. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞതിന് വിപരീതം ചെയ്തപ്പോൾ ദൈവം അവരോട് എന്തു പറഞ്ഞു നോക്കാം. അതിൻ്റെ 11-ാം വാക്യം പറയുന്നു, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചിരിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ദൈവം അങ്ങനെ പറഞ്ഞത്? വഴികളെ വിട്ടുമാറിയില്ല എന്ന് ദൈവം ആ 11-ാം വാക്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൻ്റെ മറുപടിയായിട്ട് 1 ശമൂവേൽ 15:22-ാം വാക്യം പറയുന്നു. 15:22 യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം കൽപ്പിച്ച് ലംഘിച്ച ശൗലിനെ ദൈവരാജസ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. നാം ദൈവകൽപ്പനകൾക്ക് പുറംതിരിഞ്ഞു നിന്നാൽ ദൈവം നമ്മെ ഇതുപോലെ നീക്കിക്കളയും. എന്നാൽ നാം കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിച്ചാലോ, ദൈവം പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹമാക്കി തീർക്കും. സദൃശവാക്യം 22:4 പറയുന്നു. സദൃശവാക്യം 22:4 താഴ്മയ്ക്കും യഹോവാ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ആയതുകൊണ്ട് അനുസരണത്തിനുള്ള നിത്യമായ പ്രതിഫലമായ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം നല്ല അനുസരണമുള്ള മക്കളായി നമ്മളെല്ലാവരും മാറുവാനും അങ്ങനെ ജീവിപ്പാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന നാഥ, അടിയങ്ങളുടെ ആയുസ്സിൽ ഒരു പകൽക്കാലം കൂടെ കാണുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവമേ, ഞങ്ങൾ താഴ്മയും വിനയവും യഹോവ ഭക്തിയുമുള്ളവരായി ജീവിപ്പാടി ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ അപ്പാ. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നുവെന്ന് അവിടുത്തെ വചനം അടിയങ്ങളെ പഠിപ്പിക്കുന്നല്ലോ നാഥ. അതിൻ പ്രകാരം ദൈവഭക്തിയുള്ള നല്ല താഴ്മയുള്ള അനുസരണമുള്ള വിനയമുള്ള മക്കളായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ.
ഓരോ നിമിഷവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും ദൈവിക സാന്നിധ്യം അടിയങ്ങളോട് ആയിരിക്കണമേ നാഥ. ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാ അടിയങ്ങളെ കാത്തു പരിപാലിച്ച് ദൈവത്തിൻ്റെ ഉള്ളം കരങ്ങൾ അടിയങ്ങളെ വഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ അടിയങ്ങളെ സഹായിക്കണം. കൃപയാൽ വഴി നടത്തണം, വരവിനായി ഒരുക്കണം. പ്രാർത്ഥനയാതിനും കിട്ടതിനായ സ്തോത്രം. സകലവും ദൈവം നീ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.